Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ട്രഡീഷണൽ ഒത്തൻറ്റിക് വേയിലുള്ള ഒരു നോൺ വെജ് ഡിഷാണ്. ഇന്ന് ചെയ്യാൻ പോകുന്ന മുഗളായി മട്ടൺ കറിയാണ്. അപ്പം ഇത് കേരളയിൽ താമസിക്കുന്ന ഞാൻ എങ്ങനെ ഇത് ഒത്തൻറ്റിക് അല്ലെങ്കിൽ അവരുടെ രീതിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നുള്ളതല്ല എന്നോട് അടുത്ത ചോദ്യം. പിന്നെ എന്നുള്ളൊരു ചോദ്യം കൂടെ വരും. അതെല്ലാം എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ പറയാം, ആധികാരികമായിട്ട് ഇത് അറിയുന്ന ഒരു വ്യക്തിയാണ് പറഞ്ഞത്. എന്നാലും എനിക്കറിയുന്ന ഒരു അറിവ് ഞാൻ ഒന്ന് പകർന്നു തരുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്, ഒരുപാട് പ്രയാസങ്ങളൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മട്ടൺ എന്ന് പറയുമ്പോഴത്തേക്കാണ് ഏറ്റവും ടേസ്റ്റിയസ്റ്റ് മീറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബീഫിന് ടേസ്റ്റ് കുറവൊന്നുമില്ല. മട്ടൺ എനിക്കിഷ്ടമായതുകൊണ്ടും എൻ്റെ ഫാമിലി ഏട്ടനും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ് മട്ടൺ. അപ്പം അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ഒരുപാടില്ല. ഒത്തിരി ഉള്ളി അരിയുക, ഒത്തിരി ടൊമാറ്റോ അരിയുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പെട്ടെന്നാക്കി എടുക്കാനേ ഉള്ളൂ. ഫസ്റ്റ് വേണ്ടി എന്നാന്ന് വെച്ചാൽ കുറച്ച് വറ്റൽ മുളക്, ഇത് കാശ്മീരി മുളക്, അതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. സെക്കൻഡ് വേണ്ടിയത് കുറച്ച് വലിയ വെളുത്തുള്ളിയില്ലേ, ഈ ചൈനീസ് വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 5 എണ്ണം, അതല്ല നമ്മുടെ സാധാ വെളുത്തുള്ളി ആണെങ്കിൽ അതിൻ്റെ ഡബിൾ 10 എണ്ണം. പിന്നെ വേണ്ടിയത് പട്ട. ഈ പട്ട എപ്പോഴും ആലോചിച്ച് വേണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ പട്ടയുടെ ഒരു കട്ടി കൂടുതലുള്ള പട്ട എപ്പോഴും കുറച്ചേ ഉപയോഗിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അതിൻ്റെ കൊത്തൽ ഭയങ്കരമായിട്ട് മുന്നിൽ നിൽക്കും. ഇനിയിപ്പോൾ എത്ര നമ്മൾ അതിനെ വരട്ടിയെടുത്താലും ശരി, അല്ലാതെ ചെയ്താലും ശരി, അതിൻ്റെ ഒരു കുത്തൽ മുന്നേ നിൽക്കാണ്ട് ഇച്ചിരി ഉപയോഗിക്കാവുള്ളൂ. കട്ടിയുള്ളതാണെങ്കിൽ നോർമൽ ഇതേപോലത്തെ ഒരു മെലിഞ്ഞ പട്ടയുടെ ആണെങ്കിൽ ഒരു കഷ്ണം വീതം ഇടാം. പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകം, നമ്മൾ സാധാ തോരനൊക്കെ അരയ്ക്കുന്ന ജീരകം. പിന്നെ ഉള്ളത് ഇഞ്ചി, 1 ഇഞ്ചാണ്. അത്രയും 1 കിലോ മട്ടൺ എത്ര വേണം അതനുസരിച്ച്. പിന്നെ ഉള്ളത് ഏലക്ക അല്ലെങ്കിൽ ഏലക്കാപ്പൊടി. പിന്നെ ഉള്ളത് ഗ്രാമ്പൂ, അതൊരു 7 എണ്ണം അല്ലെങ്കിൽ പോട്ടെ 5 എണ്ണം വെച്ചോ. മട്ടൻ്റെ ഈ മസാല കൂടി കഴിഞ്ഞാൽ മട്ടനുള്ള മൈനസ് എന്ന് വെച്ചാൽ ആ കുത്തൽ മുന്നേ നിൽക്കും. അത് ഇഞ്ചി കൂടിയാലും അതെ. ഇനിയിപ്പോൾ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. 1 കിലോ മട്ടൺ ആണെങ്കിൽ ഒരു വലിയ സൈസ് സവാള 2 എണ്ണം ചെറുതായിട്ട് അരിയാം, അല്ലെങ്കിൽ റഫ്ലി അരിയാം, ഡയസ്ഡ് ആക്കാം, സ്ലൈസ്ഡ് ആക്കാം, എങ്ങനെ ആയാലും. കാര്യം ഇത് നമുക്ക് പേസ്റ്റ് അരയ്ക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ 4ആയിട്ട് കീറിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടിയത് ഇച്ചിരി പുളിയില്ലാത്ത തൈര, കുറച്ച് കട്ട തൈരാണെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ നമ്മുടെ വീടുകളിൽ ഉറയെ ഒഴിച്ച് വെച്ച് കട്ട ആയില്ലെങ്കിൽ ഇപ്പം എന്നാ ചെയ്യാൻ നോക്കും, തൈര് എന്നായാലും വേണം, അതുകൊണ്ട് തൈര് എടുക്കണം. പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പ്. ഇതിനകത്ത് നമുക്ക് കറിവേപ്പില ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ മല്ലിയില ഇടാം, പിന്നെ പുതിനയില ഇടാം. ഇത് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പുതിനയിലയോടാ. പിന്നെ ചേർക്കാനുള്ളത് ഇതിനകത്ത് റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയോ അങ്ങനെയൊന്നും അല്ല. ചേർക്കാനുള്ളത് നെയ്യ. മട്ടണും ഫാറ്റാണ് ചേർക്കുന്ന, എണ്ണയും ഫാറ്റാണ്. അപ്പോൾ ആലോചിച്ച് ചോദിക്കുക അതിൻ്റെ ഒരു റിച്ച്നെസ്. അപ്പോൾ എപ്പോഴും കഴിക്കാൻ പറ്റുകയല്ല, ഇതിന് ടേസ്റ്റ് ഭയങ്കരമായിട്ട് എപ്പോഴും നമുക്ക് കഴിക്കാൻ തോന്നും. കഴിക്കരുത്, വല്ലപ്പോഴേ കഴിക്കാവുള്ളൂ. പിന്നെ ഞാനിവിടെ മേടിച്ച് വെച്ചേക്കുന്നത് 1 കിലോ മട്ടൺ വെറുതെ ഉപ്പിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടാണ്, അതുകൊണ്ട് ഞാൻ ഹാഫ് തുറന്ന് വെച്ചേക്കും അതിൻ്റെ ഒന്ന് ചൂട് പോകാനായിട്ട്. അതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാൻ എന്നാന്ന് വെച്ചാൽ, ഇതിനകത്ത് കുറച്ച് സാധനം വേവിക്കാനുണ്ട്. അതിനകത്തോട്ട് ഇത് വെച്ചിട്ട് പാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളം വേണ്ട. നമ്മൾ വേവിക്കാൻ പോകുന്നത് ഈ വറ്റൽ മുളക്, വെളുത്തുള്ളി, പട്ട, ജീരകം, അത്രേ ഉള്ളൂ. അന്നുവെച്ചാൽ അതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേന് അരച്ചെടുക്കാനുള്ളതാണേ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഇത്രയും മാത്രമേ വേവിക്കാനുള്ളൂ എന്നും കൂടെ ആലോചിക്കുക. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇത്രയും വലിയ പാത്രം എന്തിനാണ് എടുത്ത് വെച്ചതെന്ന് ചോദിച്ചാൽ, അവനവൻ്റെ വീട്ടിലുള്ള പാത്രമല്ലേ എടുക്കാനൊക്കത്തുള്ളൂ, അതുകൊണ്ട് എടുത്തതന്നേ ഉള്ളൂ. അപ്പം ഇതിനകത്തോട്ട് ഇതിപ്പോൾ ഞാനൊരു 12 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതിട്ടു. വലിയ ഞാൻ പറഞ്ഞില്ലേ ചൈനീസ് വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ 5 എണ്ണം അല്ലെങ്കിൽ 10. ഒരു കഷ്ണം പട്ട ഇടുന്നുള്ളൂ, കുത്തൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാവും. പിന്നെ 1 ടീസ്പൂൺ ജീരകം. വറ്റൽമുളക് വേവാൻ ഒത്തിരി സമയമൊന്നും വേണ്ട, ഒരിച്ചിരി സമയം മതി. ജീരകം, വെളുത്തുള്ളി ഇതൊക്കെ വേവാൻ എത്ര നേരം വേണം അല്ലേ. എന്നാൽ ഈ തിളച്ച സാധനം നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാനും ഒക്കത്തില്ല. ഒന്ന് ചൂടാറിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഒന്ന് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ചേരുവകളെല്ലാം ചേർക്കണം. ദാറ്റ് ഈസ് ഇഞ്ചി, ഏലക്ക, പിന്നെ നമ്മുടെ ഗ്രാമ്പൂ, കുരുമുളകും സവാളയും കൂടി ഇട്ട് അരയ്ക്കുക. അരച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ
നമ്മൾ ചെയ്യുന്നത്. ഈ വെള്ളം വേവാൻ വെച്ച വെള്ളം കളയരുത്, ഊറ്റിയെടുക്കുകയോ അരയ്ക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. ഇതിനെ ഒന്ന് വറ്റിച്ചെടുത്ത് നമുക്ക് ആവശ്യമുള്ള വെള്ളം ആവുകയല്ലേ, ആ സമയത്ത് ഈ വെള്ളം ഉപയോഗിച്ച് തന്നെ നമ്മൾ മസാല അരച്ചാൽ. എന്നാൽ തീരെ വറ്റിക്കുകയും ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ വേറെ എക്സ്ട്രാ വെള്ളം നമ്മൾ ഒഴിക്കുകയില്ല, ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി കറിക്ക് എരിവ് വേണം എന്ന് തോന്നുവാന്നേൽ പച്ചമുളക് 50-50 ബേസിസിലിടാം. ഇത് ഒന്ന് വേവുന്ന സമയത്ത് ഞാൻ ബാക്കി ചേർക്കാം. അതായത് നമുക്ക് 1 കിലോ മട്ടന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, അതായത് 1 ഇഞ്ച് കഷ്ണം ഇവിടെ ഇപ്പം ഞാൻ അരിഞ്ഞ് വെച്ചുകൊണ്ട് ഞാൻ തേണ്ട ഒരു ഇഞ്ചിൻ്റെ ഒരളവുണ്ടല്ലോ നമുക്ക്, അതനുസരിച്ച് ഇടുക. ഈ ടീസ്പൂൺ കണക്ക് പറയാനൊന്നാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അറിയത്തില്ല 1 ഇഞ്ച് എത്രയാണെന്നുള്ളത്. ടീസ്പൂണിലൊക്കെ എങ്ങനെയാണ് പറയുന്നത്? ഏലക്ക ഒന്നെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 5 ഏലക്ക. പൊടി ആയതുകൊണ്ട് ഇനി ഇപ്പം എന്നതേലും ഒരു ഏറ്റക്കുറച്ചിൽ തോന്നുവാന്നേൽ നമുക്ക് അത് ചേർത്താലും മതിയേ. പിന്നെ ഗ്രാമ്പും ഇതേപോലെ ഒരു 5 എണ്ണം. കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷെ അളവ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ 4 വിരൽ കൂട്ടി പിടിച്ചെടുക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ അത്ര എടുത്താൽ മതി. നെക്സ്റ്റ് വേണ്ടിയത് സവാള. ഇപ്പം നമുക്ക് നോക്കാം, നമ്മുടെ ആവശ്യമുള്ള വെള്ളമേ ഇതിനകത്തുള്ളൂ. അപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഇത് ഭയങ്കര തണുത്തായിരിക്കുന്നത്, എന്നാലും റിസ്ക്കാണ്. ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതിലോട്ട് ഒഴിക്കുമ്പോൾ ഈ ഒത്തിരി വെള്ളമില്ല ഇതിനകത്ത്. ദേ കണ്ടോ, ഞാൻ പറഞ്ഞാൽ വിശ്വാസമില്ല, പക്ഷേ അറിയാം വേണ്ടേ. ഇപ്പം ഇത്രയും ചൂടൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിക്സി അടുക്കളയ്ക്ക് പണിയാക്കുമോ എന്നുള്ളത് അറിയത്തില്ല, പക്ഷേ എന്നാലും ആക്കുമല്ലെന്നാണ് എൻ്റെ വിശ്വാസം. പോരാ, നല്ലതായിട്ട് ഒന്ന് അരഞ്ഞോട്ടെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നു വെച്ചാൽ, ഒന്നെങ്കിൽ നമ്മുടെ കുക്കറിൽ നിന്ന് ഈ മട്ടൺ എടുത്ത്, ഇതിപ്പോൾ ഒരുവിധം നല്ലതായിട്ട് ഞാൻ വേവിച്ച് വെച്ചേക്കുക. അതുകൊണ്ട് നമുക്ക് മസാല ചേർത്ത് ഈ മട്ടൻ്റെ ഒരു എന്താ പറയുക, ആ ഗ്രേവിയിൽ ഇതിനകത്ത് വന്ന സ്റ്റോക്ക് ആ മസാലയായിട്ടൊന്ന് മൂത്തതിന് ശേഷം ആ ചേർത്തേക്കുന്ന മസാല കംപ്ലീറ്റ് മട്ടണിലൊന്ന് പിടിക്കണം, അതാണ് ആവശ്യം. ഇപ്പോൾ ഇത് വേവിച്ച് വെച്ച സ്ഥിതിക്ക് ഞാൻ ഡയറക്റ്റായിട്ട് ഈ പോട്ടിലേക്ക് ഇടുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മസാല അരച്ചേച്ച് ഏത് പാത്രത്തിലാണോ വയ്ക്കുന്നത് ആ പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് ഒരു മസാല നല്ല മൊരിയണം, ഒരു ഡാർക്ക് ബ്രൗൺ ആവണം, എന്നാലേ മട്ടൻ കറിക്ക് ഒരു നിറം വരുള്ളൂ. അതനുസരിച്ച് എന്നിട്ട് മട്ടനും ചേർത്ത് വേവിക്കുക, അതാ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ കാര്യം എളുപ്പത്തിനായിട്ട് ഇച്ചിരി വേവിച്ച് വെച്ചുകൊണ്ട് ഇതിലോട്ട് നെയ്യ് ഒഴിക്കുക. ഇതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന മസാല ചേർക്കുക. ശരിക്കും ഇതാ മസാല ഉണ്ടല്ലോ, ഒരു ഇച്ചിരി ആ മട്ടൺ കറിക്ക് എപ്പോഴും നിറം വരുന്നതേ നമ്മൾ ഈ മസാലയുടെ മൂപ്പ് അനുസരിച്ചാണ്. അത് ഒത്തിരി മൂപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു റെഡിഷ് കളർ വരികയില്ല. ചിലർക്കാണെങ്കിൽ ഒത്തിരി ബ്രൗൺ കളറാണ് ഇഷ്ടം, ഏതാന്ന് വെച്ചാൽ അതുപോലെ. മട്ടണ് ശരിക്കും ഉപ്പിട്ടാ വേവിച്ചേ. അന്നേരം ഞാൻ ഈ മസാലയ്ക്ക് വേണ്ടി ഉപ്പ് മാത്രം ചേർക്കുവാണേ. കാര്യം നമ്മൾ വേവിച്ചപ്പോൾ ഉള്ളി വേവിച്ചപ്പോഴോ ഒന്നും ഞാൻ ഉപ്പ് ചേർത്തില്ല, ഒരു ഇച്ചിരി ഉപ്പ്.
മസാല മൊരിയുന്ന സമയം ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി തൈരും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഈ മസാല പെട്ടെന്ന് അങ്ങോട്ട് മൂക്കുകയല്ല. കാര്യം എന്നാണെന്നറിയാവോ, ആ തൈരൊന്ന് ഉടയണം. പിന്നെ ഈ നമ്മൾ ചേർത്ത നെയ്യുണ്ടല്ലോ ആദ്യം, അതൊന്ന് തെളിഞ്ഞു വരാതെ പറ്റത്തില്ല. ഇത്രയും പ്രോസസ്സ് നടക്കുമ്പോൾ ഉള്ള സംഭവം എന്നാണെന്നറിയാവോ, ഇത് തെറിക്കും ഇങ്ങനെ. അന്നേരം തെറിച്ച് മേത്തോട്ട് വീണാൽ ചില്ലറ പണിയൊന്നും അല്ലെന്നറിയാലോ. അതുകൊണ്ട് ഇച്ചിരി സാവധാനം കൊടുത്തേ ഒക്കത്തുള്ളൂ. ഇപ്പം ഞാൻ ഈ എന്താ പറയുക, അടപ്പ് തുറക്കുകയല്ല, തെറിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്നാലും ഒരു ഇച്ചിരി സ്ഥലത്തൂടെ ഞാൻ കാണിക്കാം. എന്നുവെച്ചാൽ ഇത് കണ്ടോ, എണ്ണ തെളിഞ്ഞു, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ എണ്ണ തെളിഞ്ഞ ഈ അരപ്പ് ഇപ്പോഴാണ് നമ്മുടെ ആ ഒരു പച്ചച്ചോവയെല്ലാം മാറി കിട്ടുന്നത്. അതിനെ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടണിനകത്തോട്ട് ഇട്ടേച്ച് ഒറ്റ വിസിലെടുത്താൽ മതി. മുഗളായി മട്ടൺ കറി റെഡിയാണ്. അപ്പം ഞാൻ ഇതിനെ ഇനി ഇതിനകത്തോട്ടൊന്ന് ചേർക്കട്ടെ. ഇതിനകത്ത് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് 2 മല്ലിയിലയോ കറിവേപ്പിലയോ പുതിന ഇലയോ ഇടാം. ഇവിടെ ഇപ്പം ഞാൻ 2 പുതിന വെച്ചിട്ടുണ്ട്. ഒത്തിരി ഇടുകയില്ല, ഒരു ഇച്ചിരി, അതായത് 2-3 ലീഫ്, അത് മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുഗളായി മട്ടൺ കറി. അത് ശരിക്കും അവരെന്നെ പഠിപ്പിച്ച സമയത്ത് അവർ പറഞ്ഞത് ദിസ് ഇസ് ദ ഒത്തൻറ്റിക് ടേസ്റ്റ് ഓഫ് മുഗളായി. നമുക്ക് നോക്കാം അല്ലേ? പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പം അതൊരു നല്ല കറിയായിരുന്നു, നോ ഡൗട്ട്. Ali's Kitchen. Let's cook with love.